ഇനി നിലമ്പൂരിലേക്കാണ്. നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മരിച്ചത്. ശാന്തകുമാർ വെള്ളാലത്ത് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ശാന്തകുമാർ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഏത് നിലയ്ക്കാണ് ഈ ആക്രമണം ഉണ്ടായതൊക്കെ? മറ്റ് വിശദാംശങ്ങൾ എന്തെല്ലാമാണ് ഈ ഘട്ടത്തിലുള്ളത്? സംഗീത, ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ കാട്ടാനാക്രമണം ഉണ്ടാകുന്നത്. ഈ നിലമ്പൂർ അകമ്പാടം എടയർ എന്ന ഒരു എസ്റ്റേറ്റാണ്, റബ്ബർ എസ്റ്റേറ്റാണ്. റബ്ബർ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളിയാണ് ഈ ജാർഖണ്ഡ് സ്വദേശിയായിട്ടുള്ള ഷാരൂൺ ഒറവോൺ. ഇയാൾ ടാപ്പിംഗ് കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ കാട്ടാന ആക്രമിച്ചത്. കഴിഞ്ഞ 2 ദിവസമായി ഒരു കാട്ടാന ഈ പ്രദേശത്ത് സാന്നിധ്യമുണ്ട് എന്നുള്ളത് പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. അതിനിടെ ഇന്ന് ഇയാൾ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഈ കാട്ടാന വന്ന് ആക്രമിക്കുക തന്നെയായിരുന്നു. ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണവും സംഭവിച്ചു. കാട്ടാന ചവിട്ടുകയും അതുപോലെ തന്നെ എടുത്ത് എറിയുകയും ചെയ്തു എന്ന് തന്നെയാണ് പ്രദേശവാസികൾ തന്നെ പറയുന്നത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മലപ്പുറത്തിൻ്റെ മലയോര മേഖലയിൽ നിന്ന് വീണ്ടും ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇത്തരം കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക്, ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലേക്ക് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ആ കാട്ടാനെ തുരത്തുന്നതിനുള്ള ശ്രമങ്ങളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഈ ആനയെ അവിടെ തന്നെ ഉണ്ടോ ഇല്ലെങ്കിൽ ഏത് ഭാഗത്തേക്ക് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വനംവകുപ്പ് വിശദമായി പരിശോധിച്ചുകൊണ്ട് RRT സംഘവും സ്ഥലത്തെത്തി ഉടൻ തന്നെ ഇത്തരത്തിലുള്ള പരിശോധനയും നടത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. സംഗീത, തീർച്ചയായും ശാന്തകുമാർ, എന്താണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും ഇതിനൊരു ശാശ്വതമായ പരിഹാരം എങ്ങനെയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുതയായി നിലനിൽക്കുന്നത്. ശാന്തകുമാർ വെള്ളാലത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.